കുട്ടി യക്ഷിപ്പനയുടെ ചുവട്ടിലെത്തിയപ്പോൾ നിന്നു. ഇതിൻ്റെ മുകളിൽ താമസിക്കണ യക്ഷിയെ കുട്ടിപ്പെണ്ണ് കണ്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. യക്ഷിയോ? കുട്ടിപ്പെണ്ണ് അത്ഭുതം നിഴലിക്കുന്ന കണ്ണുകളോടെ മേൽപോട്ട് നോക്കി. എൻ്റെ ഈശ്വരന്മാരെ, ഇതിൻ്റെ മുകളിൽ യക്ഷിയുണ്ടാ? എന്നാൽ നമുക്ക് ഇവിടുന്ന് പോവാം, നമ്മെ പിടിച്ച് തിന്നാലോ? വേലായുധൻ ഒരു ദിവസം പറയണേ, വേലായുധന് അതുപോലത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് കുട്ടി പറഞ്ഞു. എന്നാൽ എത്ര നന്നായിരുന്നു, കുട്ടിപ്പെണ്ണ് പറഞ്ഞു. അവൾ കാലുകൊണ്ട് ചെറിയ മണ്ണിൻ കട്ടകൾ വെറുതെ ഉടച്ചു കൊണ്ടിരുന്നു. നിനക്ക് വേലായുധനെ ഇഷ്ടമില്ലേ? കുട്ടി ചോദിച്ചു. എനിക്കിഷ്ടമില്ല, കുട്ടിപ്പെണ്ണ് പറഞ്ഞു. പിന്നെന്തിനെ കല്യാണം കഴിച്ചത്? കുട്ടിപ്പെണ്ണ് ആ ചോദ്യത്തിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. നെറ്റി ചുളിക്കുക മാത്രം ചെയ്തു. നിനക്കെത്ര വയസ്സായി? കുട്ടി ചോദിച്ചു. എനിക്കിഷ്ടമില്ല, കുട്ടിപ്പെണ്ണ് പറഞ്ഞു. നിനക്ക് കല്യാണം കഴിക്കേണ്ട വയസ്സായിച്ചാൽ എനിക്കുമായി. നീയും ഞാനും ഒരേ ഉയരാണ്, കുട്ടി പറഞ്ഞു. കല്യാണം കഴിക്കാനൊന്നും പോണ്ട, കുട്ടിപ്പെണ്ണ് പറഞ്ഞു. പിന്നെ ഒരു തൊയ്ര്യം തരില്ല. അതെന്താ? കുട്ടി ചോദിച്ചു. പിന്നെ ഇരിക്കാനും കിടക്കാനും തൊയ്ര്യം തരില്ല, കുട്ടിപ്പെണ്ണ് പറഞ്ഞു. അവൾ മണ്ണിലിരുന്ന് വടക്കേ വശത്തുള്ള നെൽവയലുകളിൽ കണ്ണോടിച്ചു. പോക്കുവെയിൽ തട്ടി തിളങ്ങുകയും കാറ്റു തട്ടി ഉലയുകയും ചെയ്തിരുന്ന നെൽക്കതിരുകളെ നോക്കി അവൾ പറഞ്ഞു. ഇക്ക് കല്യാണം മടുത്തു. എൻ്റെ ഈശ്വരന്മാരെ, ഇക്ക് ഒരു തൊയ്ര്യം കിട്ടണില്ല. വേലായുധൻ നിന്നെ തല്ലുവോ? കുട്ടി ചോദിച്ചു. തല്ലുവൊന്നുമില്ല, തൊയ്ര്യം തരില്ല, കുട്ടിപ്പെണ്ണു പറഞ്ഞു. കുട്ടീനെ അതാ വല്യമ്മ വിളിക്കണോ, വേലക്കാരി വിളിച്ചു പറഞ്ഞു. എത്ര നേരമായി അന്വേഷിക്കണോ? എന്തിനാ ഈ തൊഴുത്തിൻ്റെ പിന്നിൽ കുത്തിരിക്കണ? കുട്ടി എഴുന്നേറ്റ് നിന്ന് തൻ്റെ പാവാടയുടെ ചുളിവുകൾ കുടഞ്ഞു ശരിയാക്കി. ആ കുട്ടിപ്പെണ്ണുണ്ടോ ഇവിടെ? നീ എന്താ കുടിയിലേക്ക് പോവാത്ത? വേലക്കാരി ചോദിച്ചു. ആ വേലായുധൻ എത്ര നേരമായി എന്നെ തിരഞ്ഞ് ഓടി പാഞ്ഞു നടക്കണോ? കുട്ടിപ്പെണ്ണ് അത് കേട്ടുവന്ന് നടിച്ചതേയില്ല. ഈ പെണ്ണ് മഹാകിഴങ്ങത്തിയ, വേലക്കാരി പറഞ്ഞു. അയാൾ വിളിച്ച വിളി കേൾക്കില്ല, രാത്രിയായ അയാളുടെ പായേൽ കിടക്കാൻ കൂട്ടാക്കില്ല, ചോദിച്ചതിനൊന്നും ഉത്തരം പറയില്ല, വല്ലാത്ത പെണ്ണ്. വേലായുധൻ കുട്ടിപ്പെണ്ണിന് സ്വൈര്യം കൊടുക്കില്ല അത്രേ, കുട്ടി പറഞ്ഞു. അവൾക്ക് കല്യാണം അടുത്തു അത്രേ. കുട്ടി അത് പറഞ്ഞുകൊണ്ട് കോലായിന്മേൽ കയറിയപ്പോൾ മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ചു. ആർക്കാ കല്യാണം അടുത്തത്? മുത്തശ്ശി ചോദിച്ചു. കുട്ടിപ്പെണ്ണിന്, കുട്ടി പറഞ്ഞു. എനിക്ക് കല്യാണം തന്നെ കഴിക്കണ്ട, കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു സ്വൈര്യം കിട്ടില്ല. ആ പെണ്ണ് ഓരോന്ന് പറഞ്ഞു കൊടുത്തടക്ക. വേലായുധൻ പറഞ്ഞു. ഞാൻ ഇന്ന് അവളുടെ കഥ തീർക്കും. ഒരു പച്ചേർക്കിൽ ചീന്തി വയ്ക്കട്ടെ. ഇന്ന് അവളുടെ തോലുരിയും ഞാൻ, കിഴങ്ങത്തി. നീ അവളെ അടിക്കാൻ പുറപ്പെട്ടിട്ടാ അവൾ നിൻ്റെ അടുത്തേക്ക് വരാത്തത്, മുത്തശ്ശി പറഞ്ഞു. നീ എന്തിനാ ഇത്ര ഇളം പ്രായത്തിലുള്ള ഒന്നിനെ കല്യാണം കഴിച്ചത്? നിനക്ക് വയസ്സോണ്ട് ചേരണ ഒരു പെണ്ണിനെ കൊണ്ടുവരായിരുന്നില്ലേ? ഇവിടുന്ന് പറഞ്ഞത് ശരിയാ, വേലായുധൻ പറഞ്ഞു. പക്ഷേ ഈ പെണ്ണിനെ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഈ പെണ്ണിൻ്റെ നിറവും ചുരുണ്ട മുടിയും ഒക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഈ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജന്മം ഓളെ കല്യാണം കഴിക്കുമായിരുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞു. ഇനി നീ അവളെ നോക്കണം, അല്ലാണ്ട് തല്ലാനും കൊല്ലാനും ഒന്നും പുറപ്പെടരുത്. അതൊക്കെ ചെയ്താൽ അവളങ്ങോട്ട് പോവും, മുത്തശ്ശി പറഞ്ഞു. കുട്ടിപ്പെണ്ണേ, വേലായുധൻ ഉച്ചത്തിൽ തൻ്റെ ഭാര്യയെ വിളിച്ചു. ആ പെണ്ണ് തൊഴുത്തിൻ്റെ പിന്നിൽ കുത്തിയിരിക്കുന്നുണ്ട്, വേലക്കാരി പറഞ്ഞു. ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, വേലായുധൻ പറഞ്ഞു. ഞാൻ അവളുടെ കഥ തീർക്കുന്നുണ്ട്, നോക്കിക്കോളാം. നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലും, വേലക്കാരി പറഞ്ഞു. ഒരീസ അതാ ഉണ്ടാവുക. വേലായുധൻ കുട്ടിപ്പെണ്ണിനെ കൊല്ലുമോ? കുട്ടി ചോദിച്ചു. മുത്തശ്ശി, വേലായുധൻ കുട്ടിപ്പെണ്ണിനെ കൊല്ലുമോ? കൊല്ലൊന്നുമില്ല, മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എന്തിനാ അവൻ്റെ ഭാര്യയെ കൊല്ലണ്? കുട്ടിപ്പെണ്ണേ, നീ എന്താടി ഒളിച്ചിരിക്കുന്നത്? വേലായുധൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. കുട്ടിപ്പെണ്ണ് നിൻ്റെ ഭർത്താവല്ലേ ഈ വിളിക്കണേ? വേലക്കാരി ചോദിച്ചു. നിനക്ക് ചെവിയും കേൾക്കില്ലേ? കുട്ടിപ്പെണ്ണ് സാവധാനത്തിൽ നടന്നു വന്ന് മുറ്റത്തെ പാരിജാത മരവും ചാരിക്കൊണ്ടു നിന്നു. അവളുടെ മുണ്ടിൽ ചുവന്ന മണ്ണ് പറ്റി നിന്നിരുന്നു. ഇന്ന് നിന്നെ കാണിച്ചു തരണ്ട്, വേലായുധൻ പറഞ്ഞു. അവിടെ ചെല്ലട്ടെ. നടന്നാട്ടെ, നേരം ഇരുട്ടായത് നീ കണ്ടില്ലേ? കുട്ടിപ്പെണ്ണ് യാതൊരു ഭാവഭേദവുമില്ലാതെ നടന്നു തുടങ്ങി.
ഇന്ന് ഞാൻ ഓളെ അടിച്ച് പാഠം പഠിപ്പിക്കും. വേലായുധൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അവരുടെ കുടിലിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ വേലായുധൻ തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചു. അവളുടെ കുപ്പിവളകൾ കിലുങ്ങി. കുട്ടിപ്പെണ്ണേ, നീ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? കുട്ടിപ്പെണ്ണിൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവൾ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മോളെ, നിന്നെ ഞാൻ തല്ലുവോ? നിന്നെ ഞാൻ വേദനിപ്പിക്കുമോ? അവൾ മുഖം മറച്ചു തേങ്ങി. നീ എന്തൊരു പൊട്ടിപ്പെണ്ണാ എൻ്റെ മോളെ, വേലായുധൻ പറഞ്ഞു. ഞാൻ ഈ ജന്മം നിന്നെ തല്ലുവോ?